ഹായ് എവ്രി വൺ, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പം നോക്കാം, ഡെയിലി ഇനി ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിക്ക് നമുക്ക് ഇനി മുന്നോട്ട് പോകാമെന്നാണ്. അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി എനിക്കും കംഫർട്ടബിൾ ആയിരിക്കും തോന്നുന്നുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കാലം നോക്കാം നമുക്ക്. എന്തായാലും രാവിലെ ഗൈഡൻസ് ഇടുന്നുണ്ട്, അത് കേൾക്കാൻ ശ്രമിക്കാം. ആൻഡ് ഇത് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ പേഴ്സൻ്റെ ആ ഒരു തോട്ട്സ്, അതായത് ഇപ്പോൾ അവർ എന്താ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആൻഡ് നാളേക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നുകൂടി നോക്കാം. ഓക്കെ, ഇത് ആഫ്റ്റർ ടാരോ ആണ്. സോ ഇന്നത്തെ എനർജി എടുത്തിട്ട് നമുക്ക് നാളത്തെ കൂടി നമുക്ക് നോക്കാം, ആൻഡ് കുറച്ച് അവരുടെ മെസ്സേജസ് കൂടി എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഓക്കെ, ഇന്നത്തെ പകല് എന്തായാലും കഴിഞ്ഞു. ഞാൻ സാധാരണ രാവിലെ നോക്കുന്നതുകൊണ്ട് എനിവേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ്, ഫീലിങ്സ് ആൻഡ് തോട്ട്സ് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, 9 of Pentacles ആണ്. വെരി ഗുഡ്. സൺ, വാവ്. ഇന്നത്തെ ആക്ച്വലി നല്ല തോട്ട്സിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. ആൻഡ് Queen of Pentacles ആൻഡ് Ace of Wands. വെരി ഗുഡ്, നൈസ്. ഐ തിങ്ക് ഗൈഡൻസിലും ഓൾമോസ്റ്റ് സിമിലർ വന്ന പോലെ ഉണ്ട്. ഓക്കെ, ഗൈഡൻസിലും ഒരേ കാർഡുകളായിരുന്നു. ഗൈഡൻസ് മെസ്സേജ് രാവിലെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നെടുത്ത് കാണുക, അതിലെ മെസ്സേജ് നിങ്ങൾക്ക് കൂടി മാച്ച് ആവും. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം ലൈക്ക് അവർ ബട്ട് ഇവിടെ കൂടുതലൊരു ഇൻഡിപെൻഡൻസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ എനർജി ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം, രണ്ടും വരാം. മേ ബി നിങ്ങൾ ഒരല്പം നിങ്ങളുടെ കാര്യത്തിലേക്ക്, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവാം. അവരോടധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നില്ല, അധികം ഒരു സംസാരത്തിനോ അതിനോ നിങ്ങൾ പോകുന്നുണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നും. പക്ഷെ അതൊരു നെഗറ്റീവ് എനർജി അല്ല ഇവിടെ. ഓക്കെ, എന്ന് വെച്ചാൽ അവർ തൽക്കാലം ജസ്റ്റ് ഒന്ന് അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുന്നു, ആ രീതിക്ക് എടുക്കാം. ഓക്കെ, അവിടെ 2-3 സിനാരിയോ പറയാം. ഒന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാഗം, പിന്നെ ഒന്ന് പേഴ്സണും ചിലപ്പോൾ ആ ഒരു ലെവലായിരിക്കും. അവരുടെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ജോലിയിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു, പണം, അവർ ലൈക്ക് ഫൈനാൻഷ്യൽ അവരുടെ ഭാഗങ്ങളൊന്ന് ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. മേ ബി കേട്ടോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ കാണുന്നത് ഈ ലെവലിലും ആയിരിക്കാം. അവർ നിങ്ങളെ കാണുന്നത് ലൈക്ക് നിങ്ങളും വളരെ അബൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങളും നിങ്ങളുടെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവാം. മേ ബി നിങ്ങൾ നല്ലോണം ലൈക്ക് സ്റ്റേബിൾ ആയിട്ടൊരു വ്യക്തിയാണ്. ഓക്കെ, അതായത് നിങ്ങൾ അവരെ ലൈക്ക് ചേസ് ചെയ്യാനൊന്നും പോകുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കും അങ്ങനെ തോന്നുന്നത്, ചേസ് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ അവർക്ക് നിങ്ങളോട് റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ലൈക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഏണിംഗ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം, അതിൻ്റെ ആയിരിക്കാം. ജോലിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. സോ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഐ തിങ്ക് അവരിപ്പോൾ ഇവിടെ നിങ്ങളെ ഒരു റെസ്പെക്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സൺ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരൊന്ന് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞേ പറ്റൂ. ഏസ് ഓഫ് വൺസ് ഉണ്ട്, സ്റ്റാർ കാർഡ് ഉണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ 10 of Pentacles ഉണ്ട്. ശരിക്കും നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളെ കൂടെ ചേർത്താൽ നല്ലതാണ്. സ്റ്റെബിലിറ്റിയാണ് അവർ ആലോചിക്കുന്നത്, ഫാമിലി സ്റ്റെബിലിറ്റി. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ അവരുടെ അടുത്ത് അധികം അങ്ങോട്ട് ഒരുപാട് ചേസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ചിലപ്പോൾ ആ എനർജി ആയിരിക്കാം. അപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്, അവർക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഫ്രീഡം എന്ന രീതിക്ക് എടുക്കും. ഓക്കെ, അതായത് ഇവിടെയും തന്നെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ആ എനർജി എന്താണ്, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ ലൈക്ക് എന്താ ചെയ്യണത്, എന്താ മെസ്സേജ് ചെയ്യാത്ത, എന്താ വിളിക്കാത്ത, ഇങ്ങനെ ചോദിച്ച് പോവാതിരിക്കുമ്പോൾ അവർക്കും ഒരു ഫ്രീഡം കിട്ടുകയാണ് അവിടെ. ഓക്കെ, അവരുടേതായ ഒരു ഫ്രീഡം ഉണ്ട്. ഇത് ശരി നമ്മളൊരു ഫ്രീഡം, തനിച്ച് നിൽക്കുക, ഇൻഡിപെൻഡൻ്റ് എന്ന രീതിക്കാണ് പറയാം. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, പേഴ്സണും അത് ആക്ച്വലി അവർക്കപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് ദാറ്റ് ഓക്കെ എനിക്ക് കുറച്ച് സ്പേസ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആവും അല്ലേ. ഇതിലും ശരിക്കും എനിക്ക് ഒരു തെളിഞ്ഞു വരുന്ന പോലെ മനസ്സൊക്കെ വളരെ ശാന്തമായിട്ട് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ വരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു തരത്തിൽ സൺ ആൻഡ് ഏസ് ഓഫ് വൺസ് ആണ്. സോ ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്. ഓക്കെ, അവർ ശരിക്കും നിങ്ങളുമായിട്ട് ഒരു വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ശരിക്കും നിങ്ങൾ തമ്മിൽ പുതിയ ബിഗിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുക അങ്ങനെയൊന്നുമല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് അകൽച്ച കഴിഞ്ഞ് വീണ്ടും അടുക്കുമ്പോൾ അവിടെ ഒരു പുതിയ സ്റ്റാർട്ട് എന്ന രീതിക്ക് നമുക്ക് വിളിക്കാം. ഓക്കെ, ചിലപ്പോൾ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ കഴിഞ്ഞ് ഒന്ന് സോൾവ് ആയിട്ട് വരാമെന്ന് പറയില്ലേ, ആ രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒരു ഫീലിങ്സ് ആയിട്ട് അവരോട് ഇമോഷണൽ ഫീലിങ്സ് എന്താണെന്ന് കൂടി ഞാൻ ഒന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താണ് അഗെയിൻ സോറി ഇപ്പം ഐ തിങ്ക് ഇന്ന് അവർ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്.
മേ ബി കരിയറിൻ്റെ കാര്യത്തിൽ പക്ഷെ എന്നാൽ കൂടുതൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജോലിയിലോ കാര്യത്തിലോ ഒക്കെ തിരക്കിലും ആയിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളെക്കുറിച്ചും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അത് ഇന്നത്തെ ദിവസത്തെ അങ്ങനെയാണ് എനർജി എന്തായാലും. ഓക്കെ, നാളേക്ക് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഇന്ന് പോസിറ്റിവിറ്റിയിലാണ് നിൽക്കുന്നത്. നിങ്ങളും അങ്ങോട്ട് അതേപോലെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിൽക്കുക. ഓക്കെ, അല്പം ചേസ് ചെയ്യാനൊന്നും പോവാതെ സമാധാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നാളേക്ക് എന്താവും നോക്കാം നമുക്ക്. നാളേക്ക് അവരുടെ എനർജി എങ്ങനെയായിരിക്കും. വാവ്, 2 of Cups. നാളെ വളരെ പോസിറ്റീവ് ആക്ച്വലി ദിവസമാണ്. ഓക്കെ, 2 of Cups ഇത് വാവ്, വെരി നൈസ്. 4 of Swords. ഓക്കെ, വെരി നൈസ്. Knight of Wands. ഓക്കെ, ആൻഡ് ഇവിടെ വേൾഡ് കാർഡാണ്. സോറി, കാർഡ് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, കാർഡ് ആക്ച്വലി ഞാൻ കാണിക്കാത്തത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ചിലപ്പോൾ പറയാൻ വിട്ടുപോകും. കാർഡിൽ ചിലപ്പോൾ ഇങ്ങനെ പിക്ചേഴ്സ് നമ്മൾ യൂട്യൂബിൽ ബാൻഡാണ്, അതുകൊണ്ടാണ്, മനസ്സിലാക്കുക. ഓക്കെ, സോ 4 of Swords ആൻഡ് വേൾഡ് കാർഡ്, വെരി ഗുഡ്. ഓക്കെ, ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. ഓക്കെ, നാളത്തെ ദിവസം ശരിക്കും അവർ ലൈക്ക് ശരിക്കും സമയം മാറി വരിക തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചേഞ്ചസ് ആയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു എൻഡിങ് എന്ന രീതിക്ക് അവിടെ എനിക്ക് തോന്നി. വേൾഡ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ സമയം മാറി വരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് ഒരു സെപ്പറേഷൻ വന്നിരുന്നു, ഒരു അകൽച്ച വന്നിരുന്നു. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളാണ് വിഷമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സോറി പറയാൻ വരും, അല്ലെങ്കിൽ ഇവിടെ ഒരു പൂവും കൊണ്ട് വന്നിരിക്കുകയാണ്, ഒരാൾ കാണാൻ വിസിറ്റ് ചെയ്യാൻ വരുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് അവർ വന്ന് ഒരു പീസ് ഓഫറിങ്ങുമായിട്ട് വരും. അതായത് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ വരുന്ന പോലെയുണ്ട്. സമാധാനിപ്പിച്ച് സംസാരിച്ച് ആക്ച്വലി എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ സൈക്കിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ പോവുകയാണ്, ഒരു ചേഞ്ചസ് വരാൻ പോവുകയാണ്. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, എന്ത് ഇതുണ്ടെങ്കിലും, എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ്, ചാടിയാണ് വരുന്നത്. ഓക്കെ, എല്ലാത്തിനെയും മറികടന്നിട്ടാണ് വരുന്നത്. സോ അങ്ങനെ ഒരു അപ്രോച്ച് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസ് വരുമ്പോൾ ശരിക്കും ചിന്തിച്ച് അവരാലോചിച്ച് തീരുമാനം എടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ, അവർക്കിപ്പോൾ ലൈക്ക് കമ്മ്യൂണിക്കേഷനാണ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷനോ എൻഡിങ്ങോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം അവർ വളരെ ലൈക്ക് കോൺസെൻട്രേഷൻ അവരുടെ ലൈക്ക് റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കണം എന്നുള്ള രീതി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തോട്ട്സ് ആണ്, അതാണ് മെയിനായിട്ട്. അപ്പോൾ നാളേക്ക് അവർ നമ്മൾ സ്റ്റേബിൾ ആകുമ്പോൾ എന്താവും, നമ്മുടെ മനസ്സിലെ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന സമയം ശരിക്കും ഇതൊരു റിലാക്സിങ് ആണ്. ഓക്കെ, റിലാക്സിങ് എന്ന രീതിക്കും പറയാം. സെപ്പറേഷൻ ആയിരുന്നെങ്കിൽ അത് മാറി വരും. ഓക്കെ, ഐ തിങ്ക് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് വരും. ഓക്കെ, സമയം ചേഞ്ചസ് എന്തായാലും ഉണ്ട് ഇവിടെ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു. ആൻഡ് ഇവിടെ 2 of Cups തന്നെയാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. വളരെ ഇങ്ങനെ എന്താ പറയുക, കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് സ്നേഹത്തോടെ നിൽക്കുന്നതായിട്ടാണ്. സോ അത്രയും നിങ്ങൾ തമ്മിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഫീലിംഗ് നാളെ ഐ തിങ്ക് വളരെ നല്ല ദിവസമായിരിക്കും. ഓക്കെ, ഇന്ന് തന്നെ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, നാളേക്ക് യെസ് ഇതാണ് എനർജി വരാൻ പോകുന്നത് എന്ന്. എന്തെങ്കിലും ഫൈറ്റ് വല്ലതും വന്നാൽ തന്നെ ഓക്കെ, വല്ലതും ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞൊരു വഴക്കോ പ്രശ്നമോ ഒന്നും വിചാരിക്കാം, എന്നാൽ തന്നെ ഇവിടെ ഐ തിങ്ക് അതൊരു കോംപ്രമൈസ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അല്പം നിങ്ങളൊന്ന് ക്ഷമയോടെ നിൽക്കുക. അതും എനിക്കൊരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങളൊരല്പം ക്ഷമയോടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആവും. പേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഐ തിങ്ക് നല്ല എഫേർട്ട് ഉണ്ടാവും. ലൈക്ക് അവരും ഇതിന് എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും നാളെ ഒരു പോസിറ്റീവ് ആക്ച്വലി നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. മേ ബി ചിലവർക്ക് പേഴ്സണെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടിയാണ്. ഓക്കെ, നിങ്ങൾ കാണാൻ പ്ലാൻ ഇട്ടുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ചിലപ്പോൾ സഡൻ പ്ലാൻ ഉണ്ടാവുമായിരിക്കാം. ഓക്കെ, മേ ബി എവിടെയെങ്കിലും പെട്ടെന്ന് കാണാനുള്ള സാധ്യതയായിരിക്കാം. ഓക്കെ, നമ്മൾ പറയില്ലേ എല്ലാം ഒരു പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു തരത്തിലാണ് ഇവിടെ. ശരി, നല്ലൊരു ഫീലിംഗ് വന്നു എനിക്ക്. ഒരു ഡിവൈൻ ആക്ച്വലി നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ. ഡിവൈൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ വിഷമിക്കണ്ട. ആക്ച്വലി പേഴ്സണും അത് തന്നെ പറയുന്നത്, വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം. മൈ ഗുഡ്നെസ്, മതി, കൂടുതൽ എടുക്കണ്ട, വേണ്ട. ഏസ് ഓഫ് കപ്സ് എനർജി ഞാൻ പറഞ്ഞില്ലേ, നാളെ നിങ്ങൾ തമ്മിൽ വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും. ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇത്രയും ദിവസം ഐ തിങ്ക് ഉള്ള എല്ലാം ഒന്ന് മാറി വരികയാണ്. ആക്ച്വലി നമ്മുടെ ഫുൾ മൂൺ ഹോളി വരുന്നുണ്ട്. വേറെ എന്തൊക്കെയോ ആക്ച്വലി കുറേ പ്ലാനറ്റ്സ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും ആക്ച്വലി പ്രോബ്ലംസ് ആയിരുന്നു ഇത്രയും ദിവസം. ഓക്കെ, അതെല്ലാം മാറാൻ പോകുന്നുണ്ട്. ഇനി ഈ അടുത്ത ആഴ്ച തൊട്ട് കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട്. സോ ഐ തിങ്ക് അതിൻ്റെയൊക്കെ ആയിരിക്കാം. വളരെ പോസിറ്റീവ് എനർജിയാണ്, ക്ലെയിം ചെയ്യാം. ഓക്കെ, യെസ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അതെല്ലാം സോൾവ് ആയിട്ട് നാളേക്ക് ഐ തിങ്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പോസിറ്റീവ് നമുക്ക് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ഓഫർ നമുക്ക് പറയാം, സ്നേഹത്തിൻ്റെ ഓഫർ എന്ന് പറയാം. ഓക്കെ, എല്ലാ തരത്തിലും വളരെ പോസിറ്റീവ്. യെസ്, ഗുഡ്. ഓക്കെ, നമുക്ക് മെസ്സേജ് കൂടി എടുത്തേക്കാം. പേഴ്സൺ എന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം.
ഇന്ന് രാത്രി അവർ തോട്ട്സ് ഉണ്ട് അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. യു ആർ സോ ഡിഫറെൻറ്റ് ഫ്രം എനി വൺ ഐ നോ യെറ്റ് യു ഫീൽ സോ ഫെമിലിയർ. അതായത് അവർക്ക് അറിയുന്ന അവർക്ക് പലരെയും അറിയാം, ഓക്കെ, പലരെയും അവർക്ക് പരിചയമുണ്ട്, പക്ഷെ നിങ്ങളെ പോലെ ആരെയും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്, അവരുടെ ജീവിതത്തിലുള്ള ആൾക്കാർ. ഓക്കെ, അവരെ പോലെ ഒന്നും അല്ല നിങ്ങൾ. എന്നാലും മീൻസ് ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോഴും പക്ഷെ നിങ്ങളെയാണ് അവർക്ക് കുറച്ചുകൂടി എവിടെയോ ഒരു നേരത്തെ അറിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, മേ ബി ഒരു കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നു എന്ന് പറയാം. ഐ ആം തിങ്കിങ് ഓഫ് യു ഇൻ ദിസ് വെരി മൊമെന്റ് ഐ മിസ് യു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ എനർജി വളരെ സ്ട്രോങ് ആണ്, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. സോ ക്ലെയിം ചെയ്യാം. ഓക്കെ, പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ മൊമെന്റിൽ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ആക്ച്വലി അവർ മിസ് ചെയ്യുന്നുണ്ട്. നാളേക്ക് ഞാൻ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഞാൻ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ മാറി നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. സംടൈംസ് വെൻ ഐ എം ബിസി ഐ പോസ്റ്റ് ടു തിങ്ക് ഓഫ് യു ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. ആക്ച്വലി ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇന്ന് അവരിപ്പോൾ ജോലിയിൽ ബിസി ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആ ജോലിയിൽ ബിസി ഒക്കെ ഉള്ളപ്പോഴും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സ്വന്തമായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് നിങ്ങളാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അവരിടയ്ക്ക് ഒന്നിങ്ങനെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ മനസ്സിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളും അവിടെ ഉണ്ട്. അവർ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു അവരിങ്ങനെ നമ്മൾ എത്ര ബിസി ആയാലും ആ മനസ്സിൽ നിന്ന് നിങ്ങൾ പോകുന്നില്ല എന്ന രീതിക്കാണ്. ആൻഡ് നിങ്ങളൊരു ഫ്രഷ് എയർ പോലെ, അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് പോസിറ്റിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ സൺ കാർഡ് ഞാൻ പറഞ്ഞു അല്ലേ, വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. യു ആർ സോ ഡാം ബ്യൂട്ടിഫുൾ ദാറ്റ് ഐ ഫ്രീസ് ഇൻ യുവർ പ്രസൻസ് ആൻഡ് ഫിയർ മേക്കിംഗ് എ ഫൂൾ ഓഫ് മൈസെൽഫ്. ഓക്കെ, അവർക്ക് ചില പേടികളൊക്കെ ഉണ്ട്. നിങ്ങൾ വളരെ പവർഫുള്ളാണ്, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ഭംഗി മാത്രമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുമ്പിൽ ഞാൻ റെസ്പെക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, സോ അവർക്ക് ശരിക്കും ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഫീൽ ചെയ്യും. നിങ്ങൾ എന്തോ വളരെ ഇൻഡിപെൻഡൻ്റ് ആയ വ്യക്തി, നിങ്ങളെ സ്വന്തം കാര്യങ്ങളൊക്കെ വളരെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തി എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളെ മുമ്പിൽ വരുമ്പോൾ അവർക്കൊരു പേടിയാണ്, എന്നിട്ട് അവർ പോരാ എന്നുള്ള രീതിയിൽ. യു അപ്പിയർ ഇൻ മൈ ഡ്രീംസ്. സ്വപ്നത്തിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്വപ്നത്തിൽ കാണാറുണ്ട്, നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. ഐ റോട്ട് യു എ ലെറ്റർ ഓൺ പേപ്പർ ബട്ട് ഐ എം ടു അഫ്രൈഡ് ടു ഷോ ഇറ്റ് യു. നിങ്ങൾക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് കാണിക്കാൻ പേടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ വരും, മെസ്സേജ് വരും കേട്ടോ. യു ഇൻസ്പയർ മീ സോ മച്ച്, യു ആർ മൈ മ്യൂസ്. ഓക്കെ, യെസ്, അവർക്ക് നിങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കണ്ടിട്ട് അവർ ഇൻസ്പയർ ആവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് അവർ കാണുന്നുണ്ട്. അത് അവർ അറിയുമ്പോൾ അവർക്കും തോന്നുന്നുണ്ട്, ഓക്കെ, ഞാനും എൻ്റെ ലൈഫ് ബെറ്റർ ആക്കണം എന്ന രീതിക്ക് അവർക്കൊരു ചിന്ത വരുന്നുണ്ട്. താങ്ക് യു ഫോർ ബീങ് ദെയർ ഫോർ മീ വെൻ ഐ നീഡഡ് ഇറ്റ് ദ മോസ്റ്റ്. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ശരിക്കും നിങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളതിന് അവരൊരുപാട് ദൈവത്തിനോടായാലും യൂണിവേഴ്സിനോടായാലും ഒരു നന്ദി പറയുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് നിങ്ങൾ അവരെ കൂടെ നിന്നിട്ടുണ്ട്. അത് അവർക്ക് ഒരുപാട് അതിന് നന്ദിയുണ്ട്. അവരുടെ മനസ്സിൽ അതുണ്ട്. നിങ്ങളോട് കാണിച്ചാലും പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും ശരി, അവരുടെ മനസ്സിൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ വളരെ പോസിറ്റീവ് റീഡിംഗ് ആയിരുന്നു. നമുക്കിന്ന് എന്തായാലും ക്ലെയിം ചെയ്യാം. നാളത്തെ എനർജി നമുക്കിത് നിങ്ങൾ വന്ന് നാളത്തെ റീഡിങ്ങിൽ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ കാം ഡൗൺ. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ, ഒന്ന് കാമായിട്ടിരിക്കുക, എല്ലാം ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, സോ എല്ലാവർക്കും അപ്പം ഇനി നല്ലൊരു ദിവസം എന്ന് പറയുന്നില്ല, ഗുഡ് നൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. താങ്ക് യു.